ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊക്കെ സുഖമായും സ്വസ്ഥമായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2024 അവസാനിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും ഈ വർഷം കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് വളരെ യുണീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുമുട്ടിയുണ്ടോ ഇല്ലയോ നോക്കും, എന്നിട്ട് ടൈം ഫ്രെയിം നോക്കും, പിന്നെ അതിന് ശേഷം ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ഏതാണെന്ന് നോക്കും, പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ, അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ, പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇത്രയാണ് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റീഡിങ്ങിൽ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2ൻ്റെ ചാമാണ്, ഇത് ഗ്രൂപ്പ് 3യുടെ ചാമാണ്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. എല്ലാ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുമായി കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള 2 ഗ്രൂപ്പിലെയും റീഡിംഗ് കേട്ടിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഒന്നില്ലെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഊഴാണ്. നിങ്ങളാണ് ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം പൈൽ ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ടത്. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം. നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും ഈ വർഷം 2024 കണ്ടുമുട്ടിയിട്ടുണ്ട്. 2024 എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിൻ്റ്. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുന്ന സമയം, ഓക്കെ, അതുവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസും ഈ 2024 കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസും ഈ 2024 കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആളെ. ഇനി നമുക്ക് അപ്പോൾ എത്ര നാൾക്ക് മുൻപാണ് നിങ്ങൾ മീറ്റ് ചെയ്തത്, ഇപ്പോൾ തുടങ്ങി എത്ര നാൾക്ക് മുൻപാണ് മീറ്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങി എത്ര നാളുകൾക്ക് മുൻപാണ്? ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഡിസംബർ 17 2024 ഡിസംബർ 17 തുടങ്ങി എത്ര നാൾക്ക് മുൻപാണ് ഗ്രൂപ്പ് 1 അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടിയിട്ടുള്ളത്? ഒരാഴ്ച മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം, അടിപൊളി. അപ്പോൾ ഒരാഴ്ച മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഏത് ഒക്കേഷനിലാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കൺഫർമേഷൻ കാർഡാണ്. അപ്പോൾ നമുക്ക് കാർഡ് കിട്ടുന്നതനുസരിച്ച് ഞാൻ പറയാം ഏത് ഒക്കേഷനാണെന്നുള്ളത്. അപ്പം ഏത് ഒരു ഒക്കേഷൻ, എന്ത് സന്ദർഭത്തിലാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്? ഒരു ഒക്കേഷനാണ് അറിയേണ്ടത്. ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ട്. അതും ഒരാഴ്ച മുൻപ് എന്നാണ് പറയുന്നത്. ഈ ഒരാഴ്ച മുൻപ് എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്? ഒക്കേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, ഫുൾ കാർഡ് കിട്ടുമ്പോൾ എന്താ അതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കാഷ്വലിയാണ് കണ്ടിട്ടുള്ളത്. അതായത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഒരു പ്രത്യേക സിറ്റുവേഷനോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. യൂണിവേഴ്സ് അത് എവിടെയാണ് കണ്ടത്, കൃത്യം നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഇവൻറ്റിൽ അല്ലെങ്കിൽ ഇന്ന ഒക്കേഷനിൽ എടുത്ത് പറയാൻ, അല്ലെങ്കിൽ നിങ്ങളത് പറയാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നത് 2025. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അറിയാൻ പാടില്ല. നിങ്ങളെവിടെ കണ്ടു, എന്ത്, എങ്ങനെ ഒന്നും അറിയാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് നിങ്ങളുടെ ചോയ്സ് ഈ 2024. ഓക്കെ, 2025 ഈ ഒരു കണക്ഷനിൽ പ്രോഗ്രസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എന്നാണ് ഫസ്റ്റ് കണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് വളരെ കാഷ്വലിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഒരു എന്താ പറയുക, ആ വ്യക്തിയെ നോട്ടീസ് ചെയ്യാൻ പാകത്തിന് മാത്രം ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫുൾ കാർഡ്. എനിക്ക് തോന്നിയിരുന്നു ഒരാഴ്ച മുൻപതൊക്കെ വന്നപ്പോൾ മിക്കതുമായൊരു എന്താ പറയുക ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. ഇൻട്രസ്റ്റിംഗ്. ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യും, ഈ കാർഡുകൾ ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയതിൻ്റെ ഒരാഴ്ച മുൻപാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്. കണ്ടുമുട്ടിയ സ്ഥലം അല്ലെങ്കിൽ കണ്ടുമുട്ടിയ സിറ്റുവേഷൻ ഒക്കെ
സസ്പെൻസാണ്. യൂണിവേഴ്സ് അതിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമുക്ക് നോക്കേണ്ടത്, ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഇംപ്രഷൻ എന്തായിരുന്നു? ഓക്കെ, എന്തായിരുന്നു ഗ്രൂപ്പ് 1 അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോഴുള്ള ഇംപ്രഷൻ എന്തായിരുന്നു? ഓക്കെ, ഒരു കൃത്യമായിട്ടൊരു പ്രിൻസിപ്പിൾസും ഒക്കെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതായത് അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം കൃത്യമായിട്ട് ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് യാതൊരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ ഫോക്കസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, ചിലപ്പോൾ ഒരു കരിയർ സിറ്റുവേഷനിലായിരിക്കാം, കാരണം കിട്ടുന്ന ഒരു പോയിന്റ്സ് ഒക്കെ അങ്ങനെയാണ്. അപ്പം അത്ര ഫ്ലെക്സിബിൾ അല്ല ആളുടെ ആ ഒരു പ്രിൻസിപ്പിൾസും വ്യൂസും ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ അതാരെങ്കിലും അതൊന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നാലും അത് പറ്റില്ല, ഒരിക്കലും അത് സാധിക്കില്ല. യാതൊരു വിധത്തിൽ അതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ആള് മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതിനെയാണ് ആൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്. ഈ വ്യക്തി എന്താഗ്രഹിച്ചാലും അതിൽ ഫോക്കസ് ചെയ്ത് അത് നടത്തി എടുത്തിരിക്കും. അങ്ങനത്തെ എന്താ പറയുക, ഒരു വളരെ ഡിറ്റർമിനേഷനുള്ള ഒരാളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവർ വളരെയധികം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരാൾക്കൊരു സഹായം വേണമെങ്കിൽ ആ സഹായം ചെയ്യാനായിട്ട് ഇവരെപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു നല്ലൊരു ടീം പ്ലെയർ ആണ് എന്നാണ് ഞാൻ കാണുന്നത്. ചില സമയങ്ങളൊരു ഇമ്മെച്വർ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവരെ കാഴ്ചയിൽ ഇവരുടെ ഏജിനേക്കാളും വളരെ യങ് ആണ് കാണാനായിട്ട്. ഓക്കെ, ഒറ്റയ്ക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് തന്നെ ആരെങ്കിലും എപ്പോഴും എന്തും ചെയ്യാൻ സപ്പോർട്ട് വേണം എന്നൊരു അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല. സൂപ്പർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്യും. പക്ഷേ അവരങ്ങനെ ഒരു സപ്പോർട്ട് തിരിച്ചാരെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. എന്താണോ വേണ്ട കാര്യങ്ങൾ കൃത്യമായി നടത്തിയെടുക്കാൻ എനിക്ക് സാധിക്കും. അതിനുള്ള ഒരു എന്താ പറയുക, എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട്, എനിക്ക് വേണ്ടുന്ന സഹായം കൃത്യസമയത്ത് കിട്ടിക്കൊള്ളും. അവരെന്നെ ആരെങ്കിലും എന്നെ സഹായിച്ചാൽ, ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആളല്ല. ഓക്കെ, പിന്നെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ വയസ്സിന് നിങ്ങളെക്കാൾ താഴെയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ കണ്ടാൽ ഇപ്പോൾ ഏജ് ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുതിർന്നതാണെങ്കിലും കാഴ്ചയിൽ വളരെ ചെറുപ്പം തോന്നുന്ന ഒരു വ്യക്തി. അവരല്ലെങ്കിൽ ചിലർക്ക് അവരുടെ ആ ഒരു എനർജി ഭയങ്കര ഒരു യങ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ഒരു ഇമ്മെച്വർ ആണ് എന്നൊരു തോന്നലും അവർ ചില പ്രവർത്തികളിൽ നിങ്ങൾക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക, ചില കാര്യങ്ങൾ ഷടിക്കുന്നുണ്ടെന്ന് തോന്നുമല്ലോ. അതായത് എൻ്റെ കാര്യം ഇങ്ങനെ തന്നെ നടക്കണം, അതിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അതെൻ്റെ എത്തിക്സിനെതിരാണ്, അങ്ങനെ അതിന് മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം തോന്നുക കുറച്ച് ഇമ്മെച്വർ ആണല്ലോ എന്നാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. പിന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക അത് അവരുടെ എത്തിക്സിനെതിരാണ്, എത്തിക്സിനെതിരായിട്ട് അവരൊന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയമുള്ള വ്യക്തിയാണെന്ന് പിന്നെയാണ് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയൊന്നൊരു ധാരണ വരാനും സാധ്യതയുണ്ട്. കാരണം ഇത് ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ പറയണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനുള്ള ഉണ്ടായ ഫസ്റ്റ് ഇംപ്രഷൻ ആദ്യം കണ്ടപ്പോൾ. ഓക്കെ, അവർക്കും നിങ്ങളൊരു യങ് എനർജിയാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മെച്വർ ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, എന്താണ്, അങ്ങനെയാണ് ഈ ഇംപ്രഷൻ വരാൻ സാധ്യത. പിന്നെ വളരെയധികം ക്ലോസ്ഡ് ഓഫ് ആണ്. ഓക്കെ, അതായത് അധികം ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാത്ത വല്ലാത്ത എന്താ പറയണ്ട, ഒരു ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് വളരെ ഗാർഡഡ് ആയിട്ടുള്ളൊരു വ്യക്തി. ഓക്കെ, വളരെ അധികം സംസാരിക്കാത്ത ഒരാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ വയസ്സിനനുസരിച്ചൊരു പ്രായം തോന്നാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരെക്കാളും ചെറുപ്പമായിരിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു യങ് എനർജി നിങ്ങളെ കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ പറയണ്ടേ, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ അധികം ആരെ അടുപ്പിക്കാതെ കാണുമ്പോൾ അവർ മനസ്സിലാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പാസ്റ്റിൽ എന്തെങ്കിലും വിഷമിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിശ്വസിച്ച ആരെങ്കിലും നിങ്ങൾ വഞ്ചിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ആരെയും അടുപ്പിക്കാതെ എല്ലാവരും ഡിസ്റ്റൻസിൽ വെക്കുന്നത് എന്നാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾ വളരെ നിരീക്ഷിക്കുന്ന, കൃത്യമായ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന എന്താ പറയണ്ടേ, ഒരു ഇംപ്രഷൻ അവർക്കുണ്ട്. അതുപോലെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ കേൾക്കുന്നത് കമ്മ്യൂണിക്കേഷനിൽ ഫിൽട്ടർ ഇല്ല എന്നാണ്. അതായത് നിങ്ങൾക്ക് പറയേണ്ട കാര്യം നിങ്ങൾ പറയണ പോലെ തന്നെ പറയും. അതിനെ അങ്ങനെ
എന്താ പറയുക ഷുഗർ കോട്ട് ചെയ്തൊന്നുമല്ല നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അത് അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഗെയിൻ ആളുകളായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരു ഇത്തിരി സീരിയസ് ആണ് എന്നൊരു ഫീലുണ്ട്. അവർക്ക് വളരെയധികം അട്രാക്ഷൻ നിങ്ങളോട് തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെ കണ്ടപ്പോൾ ആ ഒരു കണക്ഷൻ, ആ സ്പാർക്ക് അത് അവർക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നല്ല നീളത്തിലും നല്ല കനമുള്ള മുടിയായിരിക്കും നിങ്ങളുടെ, ആൺകുട്ടിയാണെങ്കിലും നല്ല കനമുള്ള മുടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെയർ അവർ നോട്ടീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിനെ കുറിച്ച് എന്ത് ധാരണയാണെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഹെയർ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് ഇഷ്ടം തോന്നിയാൽ ഓക്കെ, നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ നിങ്ങളോടൊരു ഇഷ്ടം പറഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു തോന്നലും ഉണ്ട്. അപ്പോൾ ഒരു ഭയം, ഒരു ഇൻറ്റിമിഡേറ്റിംഗ് എനർജിയാണ് നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും എന്നുള്ള ഒരു, കാരണം പറഞ്ഞല്ലോ വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. നോ എന്ന് പറയുന്നിടത്ത് നോ തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതിനെ ഷുഗർ കോട്ട് ചെയ്യാനൊന്നും നിങ്ങൾ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയാലും ചിലപ്പോൾ പറയും ശരിയൊന്നും ആവില്ല, ചിലപ്പോൾ പോയി പറഞ്ഞാൽ നല്ല വർത്താനം തിരിച്ചു കേൾക്കും. അങ്ങനത്തെ ഒരു പേടിയുണ്ട്, ഒരു ഭയം. അത് ഭയന്ന് നിൽക്കുക എന്നല്ല, ഒരു ഇൻറ്റിമിഡേഷനാണത്. ഓക്കെ, എന്തും ഏത് ചെന്ന് പറയാൻ പറ്റുന്ന ഒരാളല്ല എന്നുള്ള ആ ഒരു എന്താ പറയേണ്ട ഇംപ്രഷനാണത്. Clarify the magician. നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വയം നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ബൗണ്ടറി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഒരാളൊരു പരിധിട്ട് അടുപ്പിക്കുകയില്ല. ആ ഒരു എനർജി ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യം മനസ്സിലായിട്ടുള്ളത്. അതായത് പെട്ടെന്ന് ഒരു സൗഹൃദത്തിലാകുന്ന ഒരു ഫ്രണ്ട്ലി എനർജി അല്ല നിങ്ങൾക്ക്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ ഡിസ്റ്റൻ്റ് ആണ്. ആരും അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക അടുപ്പിക്കുക, എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്നു, വളരെ സ്നേഹത്തിൽ അടുപ്പം കാണിക്കുക, അതൊന്നും ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ വളരെ എന്താ പറയുക കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്, നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ എന്താ പറയുക വളരെ ഫോക്കസ്ഡ് ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്. ചെറുപ്പമാണ്, പക്ഷേ എനിക്കതാ തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ഒരു പക്വത ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതാണ് അവർ ഇത്ര ചെറുപ്പമായിട്ടാണോ ഇങ്ങനെ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ ആത്മവിശ്വാസമുള്ള, വളരെ ധൈര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉള്ള ഒരാളായിട്ട് ഒരുപാട് നിങ്ങൾക്ക് മനസ്സിൻ്റെ സ്വസ്ഥത, സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വസ്ഥതയെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. എഗെയിൻ വളരെ ആത്മവിശ്വാസമുള്ള, വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന, അത്രയും പൊട്ടൻഷ്യലുള്ള, ഒരുപാട് ഉയരങ്ങളിലെത്താൻ കെൽപ്പുള്ള ഒരു കുട്ടിയാണ്, ഒരു വ്യക്തിയാണ് എന്ന് ഒരു ഇംപ്രഷൻ ഓൾറെഡി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റീഡിങ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഈ ഒരു കണക്ഷനെ ബേസ് ചെയ്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഗ്രൂപ്പ് 1 ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് കണ്ടുമുട്ടിയത്. ലൊക്കേഷൻ കൃത്യമായിട്ട് പറയാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇംപ്രഷൻ എന്താണെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇവരോട് എന്താണ് പറയാനുള്ളത്, ഗ്രൂപ്പ് 1 എന്താണ് ഇനി ഈ ഒരു കണക്ഷനെ ബേസ് ചെയ്ത് അവരെന്താണ് ചെയ്യേണ്ടത്, അവർക്കുള്ള ഗൈഡൻസ്. കഴിഞ്ഞു പോയ കാലത്തിലെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്ത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി. നിങ്ങളതിലിപ്പോഴും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പോഴും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, അത് കുടുങ്ങിക്കിടക്കൽ തന്നെയാണ്. കാരണം അവിടെ നിന്ന് വിട്ടു പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി കണ്ടിന്യൂ ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല. നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും സമയമെടുക്കും. കാരണം നിങ്ങളിപ്പോഴും പാസ്റ്റിലാണ് ഫോക്കസ് ചെയ്യണത്, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ നിങ്ങൾ ആദ്യം അതിനൊരു അവസാനം ഉണ്ടാക്കണം. എന്ത് രസമായിട്ടാണ് ഞാൻ പറയുന്നതിനനുസരിച്ചാണ് കാർഡ്സ് വരുന്നത്. ഓക്കെ, അത് അവസാനിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ, കഴിഞ്ഞു പോയ കാലമാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. കഴിഞ്ഞു പോയതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് ഓർക്കുക. അതിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാം ഇപ്പോഴും ശരിയായ രീതിയിൽ ചെയ്യില്ല, തെറ്റുകൾ പറ്റും. അതിന് ഒരുപാട് സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ,
തെറ്റ് പറ്റിപ്പോയി, അതിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചു ഇല്ലേ. ഇനി അങ്ങനത്തെ തെറ്റ് ആവർത്തിക്കാതെ നോക്കുക, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുക. പിന്നെ എന്താ, ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ളിലുണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, പുറമേക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ഒക്കെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഒറ്റയ്ക്കുള്ള ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ഇൻഡിപെൻഡൻസ്, അത് നിങ്ങൾ എൻജോയ് ചെയ്യണം. അതിൽ നിങ്ങൾ വിഷമിക്കല്ല വേണ്ടത്, നിങ്ങൾ വിക്ടിമൈസ് ചെയ്യരുത്. പകരം നിങ്ങളത് എൻജോയ് ചെയ്യണം, നിങ്ങളത് ആസ്വദിക്കണം. കാരണം അതൊരു സ്വാതന്ത്ര്യമാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ തന്നെ ആ ഒരു കമ്പനി എൻജോയ് ചെയ്യണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വേറൊരാളുടെ സഹായം ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു കണക്ഷൻ, പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തി, ഇവരും കൂടെ വന്നാൽ, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയാലാണ്, എൻ്റെ ഫ്യൂച്ചർ സ്പൗസ് വന്നാലാണ് എനിക്ക് ഒരു കൂട്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, മറ്റുള്ളവർക്കൊക്കെ കൂട്ടായി, ഇങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഓക്കെ, ആദ്യം നിങ്ങളുടെ ആ ഒരു നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വേണം, നിങ്ങളുമായിട്ട് ആ ഒരു കണക്ഷൻ വരണം. എന്നിട്ട് അത് ആസ്വദിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വരുമ്പോഴും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. എത്ര നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു ഒറ്റപ്പെടൽ, അത് നിങ്ങൾക്ക് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു ബോണ്ടിങ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളോട് ഇത്തിരി ക്ഷമ കാണിക്കാൻ പറയുന്നുണ്ട് ഈ ഒരു കണക്ഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ 2025 പ്രോഗ്രസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെ ആക്ഷൻസ് എടുക്കുന്നു, നിങ്ങൾ എത്രത്തോളം എന്താ പറയണ്ടേ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ക്ഷമ വേണം. ഓക്കെ, ധൃതി പാടില്ല ഈ ഒരു കണക്ഷൻ്റെ കാര്യത്തിൽ എന്ന് എടുത്ത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു യാത്രകൾ ഒക്കെ ക്ഷണം വരികയാണ്, യാത്രകൾ ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ യാത്രകൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ യാത്രകൾ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. കാരണം അത് നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരും. നിങ്ങൾക്ക് പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എപ്പോൾ വരും എന്നുള്ള കാത്തിരിപ്പ്, അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. സെൽഫ് കെയർ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങണം. അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എത്രത്തോളം നിങ്ങളുമായിട്ട് ബോണ്ട് ആകുന്നു, അതുപോലെയാണ് നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കുക. ഓക്കെ, നിങ്ങൾ അവിടെ ഒരു ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ, നിങ്ങളും തമ്മിലൊരു എന്താ പറയണ്ടേ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ ആ ഒരു കണക്ഷൻ നടന്നാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെങ്കിലും. ഓക്കെ, ആ ഒരു ഡിവൈൻ ടൈമിൽ വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ഈ ഒരു ഡിവൈൻ യൂണിയനിലേക്കുള്ള ഒരു ജേർണി കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും. പക്ഷേ അതൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കണക്ഷനാണ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കണക്ഷനാണ്. നിങ്ങളോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത്, ഈ വ്യക്തിനെ ഇനി നിങ്ങൾ കാണുന്നത്, റെക്കഗ്നൈസ്, ഇതെല്ലാം യൂണിവേഴ്സിനൊരു പ്ലാൻ ഉണ്ട്, യൂണിവേഴ്സിനൊരു ടൈമിംഗ് ഉണ്ട്. ആ സമയത്തേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ടിരിക്കണം. അപ്പോൾ എങ്ങനെയാണോ യൂണിവേഴ്സ് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്, ഈ വ്യക്തിയെ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്, അതുപോലെ നടക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഓക്കെ, ഇത്ര സമയത്തിനുള്ളിൽ നടക്കണം, ഇങ്ങനെ വരണം, ഈ വ്യക്തി ഇന്നതുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സൺ എടുത്ത് പറയരുത്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിനോട് ഓപ്പൺ ആയിരിക്കുന്നോ, നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത്രത്തോളം അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ടുതരും. ഇപ്പോൾ ഫ്യൂച്ചർ പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തിയോടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇഷ്ടമുണ്ട്, എനിക്ക് ആളെ തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. മനസ്സിലായോ? ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. കാരണം നിങ്ങൾക്കറിയില്ലേ ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോഴാണ്, നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് നല്ലതാണ്, ഇവരുമായിട്ടുള്ള ലൈഫ് നല്ലതായിരിക്കും എന്ന് നിങ്ങൾ അനുമാനിക്കുകയാണ്. സത്യം അതായിരിക്കില്ല. യൂണിവേഴ്സിന് പക്ഷെ എല്ലാം അറിയാം. ഓക്കെ, എന്താണ് ഭാവി ആയിരിക്കുക, ഇവരൊന്നിച്ച് കഴിഞ്ഞാൽ ഭാവി എന്തായിരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അതിനൊരു സ്പെസിഫിക് പേഴ്സണെ വെച്ച് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ അതൊരിക്കലും എന്താ പറയുക പ്രൊമോട്ട് ചെയ്യില്ല. നമ്മളെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫ്യൂച്ചർ പാർട്ട്ണറെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എങ്ങനത്തെ ബന്ധമാണ് വേണ്ടത്, എങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ് വേണ്ടത്, അവരെങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് പറയാം.
എന്നിട്ട് യൂണിവേഴ്സിറ്റി പറയുക എനിക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, ഇങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു പാർട്ട്ണറെ എനിക്ക് നൽകി അനുഗ്രഹിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ ആവുകയാണ്. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ കണ്ടീഷൻസ് നമ്മൾ പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസും നമ്മൾ വെക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾക്ക് എന്താ പറയുക, ഡിസേർവിങ് ആയിട്ടുള്ള ആ ഒരു പാർട്ട്ണറിനെ യൂണിവേഴ്സിനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതുപോലെ ആയിരിക്കണം നിങ്ങളും എന്നാണ് എടുത്തു പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് മാക്സിമം ക്ലൂസ് അവർക്ക് നൽകണം. ഇപ്പോൾ ബർത്ത് ഡേറ്റ്, ബർത്ത് മന്ത്, സോഡിയാക് സൈൻ, ഇനീഷ്യൽസ്. ഓക്കെ, ഇനിയിപ്പോൾ 2025 എപ്പോഴാണ് വീണ്ടും ഇവർ കണ്ടുമുട്ടാനും ഈ ഒരു ജേർണിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ മാസങ്ങൾ ഏതൊക്കെ, അതൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ 2 മാസങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, മാർച്ച്, ജൂലൈ. ഇത് രണ്ടും 2025 ഉണ്ടാവുക. അപ്പോൾ ഈ മാസങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടാം. ഓക്കെ, അതിന് സാധ്യതയുണ്ട്. പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു എന്താ പറയുക യൂണിയനിലേക്കുള്ള നിങ്ങളുടെ ഈ ജേർണിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചും ടേണിംഗ് പോയിൻ്റൊക്കെ ഉണ്ടാകാം. പിന്നെ പറഞ്ഞ പോലെ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജന്മമാസവും ആകാം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏരീസ്, കാപ്രിക്കോൺ. അപ്പോൾ ഈ വ്യക്തിയുടെ സൺ, മൂൺ, റൈസിങ്, സോഡിയാക് സൈനിൽ ഏരീസോ കാപ്രിക്കോൺ പ്ലേസ്മെൻറ്റോ ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് കുറച്ച് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്, തീയതികൾ 3, 9, 18, 14, 13, 7. ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജനന തീയതി ആയിരിക്കും കേട്ടോ. അതുപോലെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഓക്കെ, അപ്പോൾ ഞായർ തൊട്ട് വ്യാഴം വരെയുള്ള ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും അവർ ജനിച്ചിട്ടുണ്ടായിരിക്കുക, അതിനും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനീഷ്യൽസ് ആണ്, INQP. ഓക്കെ, അപ്പോൾ ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യലൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതാണ് ക്ലൂസ്. ചിലപ്പോൾ ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഇനീഷ്യലൊക്കെ ഇവിടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ബർത്ത് മന്തോ കാണുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ, അത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണക്ട് ചെയ്യുന്ന ക്ലൂസ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 1. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ റീഡിംഗ് ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെയായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ നൽകിയിട്ടുണ്ട്. ഈ റീഡിംഗ് ഇത്ര നേരം കേട്ടിരുന്നതിനും ഈ റീഡിങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ചാമായിട്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ഈ 2024 കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഓക്കെ, ആദ്യം അതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 2ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ ഈ 2024, അതായത് ഇന്നിപ്പോൾ ഡിസംബർ 17, 2024 ഈ ദിവസത്തിനുള്ളിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ. ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ. നമുക്ക് യെസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. വളരെ എക്സൈറ്റിംഗ് എനർജിയാണിത്, ഉണ്ട് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പം തുടങ്ങി എത്ര നാൾക്ക് മുൻപ് ആണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് 2 ഇപ്പോൾ തുടങ്ങി എത്ര നാൾക്ക് മുൻപാണ് അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഇന്ന് ഡിസംബർ 17, 2024 ഈ ദിവസം തുടങ്ങി എത്ര നാൾക്ക് മുൻപാണ് ഗ്രൂപ്പ് 2ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടിയിട്ടുള്ളത് ഈ 2024. നിങ്ങൾ 6 ദിവസങ്ങൾക്ക് മുൻപ് ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. ഓക്കെ,
ഇതിൽ മാസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്, ഈവൻ ഒരു വർഷം വരെയുണ്ട്. പക്ഷേ ഇപ്പോൾ തുടങ്ങി 6 ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് കണ്ടുമുട്ടിയിരിക്കണേ നമുക്ക് നോക്കാം കേട്ടോ. ഏത് സാഹചര്യത്തിലാണ്, ഏത് ഒക്കേഷനിലാണ് ഗ്രൂപ്പ് ടുവിൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടിയിട്ടുള്ളത്? ഇതൊരു കൺഫർമേഷൻ കാർഡാണ് കേട്ടോ വെക്കണേ. ഓക്കെ, ഒരു മാരേജ് ഫങ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ, മാരേജ് ഫങ്ഷൻ, എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ, ഹൗസ് വാമിങ്, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി, പേരിടൽ, അങ്ങനത്തെ ഒരു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഫങ്ഷൻ. ഓക്കെ, അത് നിങ്ങളുടെ ഫാമിലിയുടെ ആവാം, ഫ്രണ്ട്സിൻ്റെ ആവാം. എന്തായാലും അങ്ങനെ ഒരു ഇവൻറ്റിൽ വെച്ചിട്ടാണ്, അങ്ങനെ ഒരു ഫങ്ഷനിൽ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഫങ്ഷൻ ഏതെങ്കിലും നിങ്ങൾ ഈ 6 ദിവസം എന്താ പറയുക, ഇന്ന് തുടങ്ങിയ 6 ദിവസം മുൻപ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷനിലാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങളത് അറ്റൻഡ് ചെയ്യേണ്ടെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ വെച്ചായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ എനർജറ്റിക്കലി അവിടെ ആ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കണേ. ഓക്കെ, അപ്പോൾ യെസ് കാർഡ് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എനർജി അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടാനായിട്ട്. പിന്നെ നിങ്ങളെടുത്ത ഡിസിഷനാണ് ഇപ്പോൾ ആ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ വേണ്ട, പോവണ്ട എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ ആ മീറ്റിംഗ് അവിടെ നടന്നില്ല. പോസിബിലിറ്റി ഉണ്ടായിരുന്നു, ആ മീറ്റിംഗ് അവിടെ നടന്നില്ല. അത് നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ, പക്ഷെ എന്തായാലും ഒരു നിങ്ങൾ ഇപ്പോൾ തുടങ്ങി ഒരു 6 ദിവസത്തിന് മുൻപ് ഉണ്ടായ ഒരു ഫംഗ്ഷനിലാണ് നിങ്ങൾ ഈ വ്യക്തിനെ എന്തായാലും കണ്ടുമുട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ കേൾക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ, ഓക്കെ, നിങ്ങളുടെ ഫാമിലി മെമ്പറാണ് ഈ വ്യക്തിനെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരോ ആണ് ഈ വ്യക്തിനെ നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങൾ തമ്മിൽ ആ ഒരു മീറ്റിംഗ് ഇവിടെ എന്താ പറയുക ഈ ഫംഗ്ഷനിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു കുടുംബത്തിലുള്ളവർക്ക് അതിൻ്റെ ഒരു പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ. ഒരു വ്യക്തി എന്തായാലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കണേ. ഗ്രൂപ്പ് ടുവിൻ്റെ ഫ്യൂച്ചർ സ്പൗസ് അവരാദ്യമായിട്ട് കണ്ടപ്പോൾ ഈ പറയുന്ന ഫംഗ്ഷനിൽ 6 ദിവസം മുൻപ് കണ്ടു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ? അവർ വളരെ ഹാപ്പി ആയിരുന്നു എന്നാണ് കാണുന്നത്. അവരൊക്കെ നിങ്ങളെ മീറ്റ് ചെയ്ത് അവർ വളരെ പോസിറ്റീവാണ്, അവർ വളരെ എക്സൈറ്റഡ് ആണെന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ അവർക്ക് ഇനീഷ്യലി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അവർ വളരെ അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഭയങ്കര മാഗ്നറ്റിക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഈ അടുത്ത് നേടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഒരു ജോലി കിട്ടിയതാവാം, അല്ലെങ്കിൽ ജോലിയിൽ മാറിയതാവാം, കുറച്ചും കൂടെ നല്ല ജോലിയിലേക്ക് മാറുക, അല്ലെങ്കിൽ ജോബ് പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ഒരു എന്താ പറയുക ഹയസ്റ്റ് മാർക്കോടുകൂടെ പാസ്സാവുക, അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവരറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ അത് അവരോട് എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, വളരെയധികം ക്ഷമയുള്ള ഒരു വ്യക്തി, ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ എന്നും കൂടെ അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒട്ടും ഡിമാൻഡിങ് അല്ല എന്നും നിങ്ങളെക്കുറിച്ചിട്ട് അവർക്കൊരു ഇമ്പ്രഷൻ ഉണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. എന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ അവർക്ക് ഈ ഒരു ഇനീഷ്യൽ അട്രാക്ഷൻ ഞാൻ അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഓൾറെഡി കാണാനുണ്ട് നിങ്ങളിലേക്ക്. ഓക്കെ, അപ്പോൾ അവർ ഓൾറെഡി അവർ കാത്തിരുന്ന ആ ഒരു വ്യക്തി, കാത്തിരുന്ന ഒരു പാർട്ട്ണറിനെ കണ്ടുമുട്ടിയ ഒരു സന്തോഷം അവർക്കുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ഷമയുണ്ടെന്ന്, നിങ്ങൾ ഇപ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു നേച്ചറിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഓക്കെ, പിന്നെ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവാണ് എന്ന ഒരു ഇംപ്രഷൻ അവർക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആണ്, അങ്ങനെ ഒരു എന്താ പറയണ്ടേ ഒരു മെസ്സേജ് അവർക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ കേൾക്കുന്നത് വളരെ മിസ്റ്റീരിയസ് ആണ്. അതായത്
നിങ്ങൾ നിങ്ങൾ നിങ്ങളപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ മാത്രമല്ല, നിങ്ങൾ അതിൽ കൂടുതലാണ് എന്നൊരു ഇമ്പ്രഷൻ അവർക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതായത് നിങ്ങളെക്കുറിച്ച് ഇനിയും അറിയേണ്ടതുണ്ട്. നിങ്ങൾ വളരെ മിസ്റ്റീരിയസ് എനർജിയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, അതിലൊന്നും ഉൾപ്പെടാത്ത സ്വസ്ഥത, സമാധാനം വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ നേടാൻ ഒരു മടി കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തോ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ആ അച്ചീവ്മെൻറ്റ് ഇവരറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ പറയാം, ഈ ആൾക്ക് ഇന്നത് കിട്ടി, ഗ്രൂപ്പ് 2 ഇങ്ങനെ കിട്ടി, അവർക്ക് ഈ അടുത്താണ് കിട്ടിയത്, ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലി, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ റാങ്കോ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിയ ഹയസ്റ്റ് മാർക്ക് അതോ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ PSC ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഇമ്പ്രഷനാണ്. ഓക്കെ, എന്താണോ ലക്ഷ്യം, അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് എത്രയും ഹാർഡ് വർക്ക് ചെയ്യാനും അതിനുവേണ്ടി എത്ര പരിശ്രമിക്കാനും മടിയില്ലാത്ത ഒരാളാണ് എന്നുള്ള ഒരു അഗെയിൻ ആ ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേഷൻ, ഓക്കെ, നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട് അവർ. അതുപോലെ ശുഭാപ്തി വിശ്വാസമുള്ള, ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് അവരുടെ ഒരു ഇംപ്രഷൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഈശ്വരവിശ്വാസമുള്ള ആള്, അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങളെക്കുറിച്ചുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും അതിൽ പരിശ്രമിച്ചു അത് നഷ്ടപ്പെട്ടാൽ അതിൽ തന്നെ എന്താ പറയുക, അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കാതെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, അടുത്തത് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഫോക്കസ് ചെയ്ത് അതിനായിട്ട് പരിശ്രമിക്കുന്ന ഒരാളായിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ട്. ഓക്കെ, ഒരു കാര്യം പറയട്ടെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്വിസ്റ്റ് സംഭവിച്ചു. അതായത് ഈ ഡെക്ക് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഇംപ്രഷനാണ് പറയേണ്ടിയിരുന്നത്. ഓക്കെ, അതിനുവേണ്ടി മാറ്റി വെച്ച ഡെക്കാണ്. പക്ഷെ എടുത്തപ്പോൾ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് ഫ്യൂച്ചർ സ്പൗസിനുള്ള ഇംപ്രഷൻ എന്നാണ്. പക്ഷേ അതല്ല ആക്ച്വലി. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഇംപ്രഷനാണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ഈ ഡെക്ക് അതിനാണ് യൂസ് ചെയ്തത്, ഗ്രൂപ്പിൻ്റെ നമ്മുടെ കളക്റ്റീവിന് ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഇംപ്രഷൻ അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡെക്ക് ഉപയോഗിച്ചിട്ടാണ് ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയണ്ടേ ഇംപ്രഷൻ നോക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഗൈഡൻസ് എടുക്കുന്നതും, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കുന്നതും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി, നിങ്ങൾ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും അവരിൽ, അവർ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ പോലെ അവർക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അറിയുന്നുണ്ട്, അവർ വളരെ സക്സസ്ഫുൾ ആണ്, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു അച്ചീവ്മെൻറ്റ്, എടുത്ത് പറയേണ്ട ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ട്. അതുപോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, ഒരുപാടൊന്നും അങ്ങ് എന്താ പറയുക സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കില്ല, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, അത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി, എന്താ പറയുക ഒരു കുറച്ച് മിസ്റ്റീരിയസ് എനർജി ഉള്ള ഒരാൾ, ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കാം, ഒരു ഓൾറെഡി വേറെ സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നതൊക്കെ, ഒരു ഓവർസീസ് കൺട്രിയിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നതൊക്കെ. അപ്പോൾ യാത്ര ഉണ്ട്, അവർക്ക് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ജനറലി യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഓക്കെ, അങ്ങനെ വളരെ ഒരു എന്താ പറയണ്ടേ ട്രഡീഷൻസും കസ്റ്റംസും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു ഇംപ്രഷനാണ് നിങ്ങൾക്ക് അവരെക്കുറിച്ചുണ്ടാകുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞു പോയ ഒരു എന്തെങ്കിലും അവർ ആഗ്രഹിച്ചത് കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്യുന്ന ഒരാളല്ല, അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചർ, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറിൽ മാത്രമാണ്. അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയുള്ള ക്ഷമ, നേടിയെടുക്കാൻ എത്ര സമയം എടുത്താലും ആ ഒരു ക്ഷമ ഉള്ള ആളുകളാണ് എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഫുൾ ഡെഡിക്കേഷൻ നൽകുന്ന ഒരാൾ, ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും ഒരു പോസിറ്റീവ് ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരാൾ. എന്തുകൊണ്ടാണ് ഈ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് എനിക്കിപ്പോഴും മനസ്സിലാവില്ല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കുകയാണത് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പേസ് ഗ്രൂപ്പ് 2 കുറിച്ച്
ഗ്രൂപ്പ് 2 ഫ്യൂച്ചർ സ്പൗസിന് ഉണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ. ഒരു യങ് എനർജി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെയധികം ലൈഫ് ആസ്വദിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ലൈഫിൽ കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് പോകുന്ന ഒരാൾ. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും, അത് അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വളരെ കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എന്തൊരു കാര്യത്തിലും ഇത്തിരി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, എനിക്ക് കിട്ടില്ല എന്നൊന്നും അതിൽ നിന്ന് പിന്മാറുന്നില്ല, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കും. ഓക്കെ, അത്രയും അത് എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ സാധിക്കും, അതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങളെ അങ്ങനത്തെ ഒരു ഇംപ്രഷനാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഉണ്ടാകുന്നത്. പിന്നെ അവർക്ക് വളരെയധികം ഒരു ഫെമിലിയർ എനർജി ആയിരിക്കും നിങ്ങളോട്. ഓക്കെ, നിങ്ങളൊരു ഒരേ സോൾ ട്രൈബ് മെമ്പറാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് അറിയാം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അടുപ്പം അവർക്ക് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കുഞ്ഞിലേ അങ്ങനെ കണ്ടിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ കണ്ടിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ വീണ്ടും കാണുന്നതാകാം. അപ്പോൾ ആ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഒരു അസ്വസ്ഥമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അധികം ഫോക്കസ് ചെയ്യാതെ എപ്പോഴും മനസ്സിനെ ഒരു ശാന്തമായി സ്വസ്ഥമായി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ലൈഫിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നത്തിൽ ഉടക്കി നിൽക്കാതെ അതിൽ നിന്ന് വോൺ ചെയ്യാൻ ശ്രമിക്കുന്ന, അതിൽ നിന്ന് ഹീൽഡ് ആകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു ഇനീഷ്യേറ്റ് എടുക്കുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വളരെയധികം ഒരു ശാന്തത ഉള്ള, ഓക്കെ, അങ്ങനെ ഒരു ശാന്തമായ ഒരു നേച്ചറാണ് നിങ്ങൾക്കുള്ളത്. അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ക്ലാരിഫൈ ദ ഡെവിൾ. നെഗറ്റീവ് തോട്ട്സൊക്കെ എങ്ങനെ വന്നാലും നിങ്ങളെപ്പോഴും എന്താ പറയുക, ബെസ്റ്റ് കേസ് സിനാരിയോയിലാണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ, നിങ്ങളുടെ ആ ഒരു എഫേർട്ട് അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ്, അതിനുള്ള കാലിബറുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളും അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, കുറച്ച് ഇൻട്രോവേർട്ട് എനർജി ആയിരിക്കാം, പക്ഷെ വളരെ റിലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നേച്ചർ കൃത്യമായി മനസ്സിലാക്കുന്നു. പിന്നെ പറഞ്ഞ പോലെ അവരെ പോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, എന്താ പറയുക, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ മടിയില്ലാത്ത ഒരാൾ, പരിശ്രമിച്ചിട്ട് തന്നെ അത് കിട്ടുന്നത് വരെ എന്താ പറയുക വെയിറ്റ് ചെയ്യാനും, എന്താ പറയുക, ഞാനിപ്പോൾ പരിശ്രമിച്ചു 2 ദിവസം പരിശ്രമിച്ച് 3-ാമത്തെ ദിവസം റിസൾട്ട് കിട്ടണം, അങ്ങനത്തെ ഒരു മനസ്സല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരിശ്രമിക്കുകയാണ്, പക്ഷേ റിസൾട്ട് ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസത്തിൽ പരിശ്രമിച്ച് ആ ക്ഷമയോടുകൂടി അതിനു വേണ്ടി ശ്രമിച്ച് അത് നേടിയെടുക്കുന്നൊരു വ്യക്തി എന്ന ഒരു ഇംപ്രഷനാണ് നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ വളരെ ഹെൽത്തി ബൗണ്ടറി ഉണ്ട് നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളങ്ങനെ പെട്ടെന്ന് ആരുമായിട്ട് അങ്ങനെ അടുക്കുന്ന ഒരാളല്ല. അപ്പം ആ ഒരു നേച്ചർ, അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, മുൻപ് എപ്പോഴോ സംഭവിച്ചിട്ടുള്ളൊരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ റിസൾട്ടാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ അങ്ങനെ ആരും അടുപ്പിക്കാത്തത് എന്നുള്ള ഒരു ഇംപ്രഷനും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. അവരെ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ, ഓക്കെ, അവരെങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണോ ആഗ്രഹിക്കുന്നത്, ലൈഫ് പാർട്ട്ണറിനെയാണോ ആഗ്രഹിക്കുന്നത്, അതുപോലത്തെ ഒരാളെ ആണ് നിങ്ങളിൽ അവർ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഓൾറെഡി ആ ഒരു എന്താ പറയുക, ഒരു സ്നേഹം അവർക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്താ പറയുക, അതിൻ്റെ ആഴവും വ്യാപ്തിയൊന്നും അവർക്ക് അപ്പം മനസ്സിലാകുന്നില്ല. പക്ഷേ അവർ വല്ലാത്തൊരു അടുപ്പം, കെയർ ചെയ്യണം എന്നുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആ ഒരു അട്രാക്ഷൻ നാച്ചുറലി ഉണ്ട് അവിടെ. ഓക്കെ, ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിത പങ്കാളിയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഈ ഇൻട്രാക്ഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്നൊരു ഇംപ്രഷൻ അതാണ്. ഇനി ഗ്രൂപ്പ് 2 യൂണിവേഴ്സ് നൽകാൻ, ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്? ഗ്രൂപ്പ് 2 പറയുന്നത് എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും കഴിഞ്ഞു പോയ, ഇപ്പോൾ എന്തെങ്കിലും പാസ്റ്റിൽ ഏതെങ്കിലും ഇതുപോലെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല, നിങ്ങൾക്ക് വേദനിപ്പിച്ചു എന്ന് വിചാരിച്ച് എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ ആയിരിക്കില്ല എന്ന്. ഓക്കെ, അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിനെയും ഒരു ഭയത്തോടെ
അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ള ഒരു ചിന്തയോടെ സമീപിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിനെ ധൈര്യമായിട്ട് വിശ്വസിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഏതാണ് നല്ലത്, ആരാണ് നിങ്ങൾക്ക് നല്ലത്, ആരാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഓൾറെഡി പറയുന്നുണ്ട്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നു. പിന്നെ ഇത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു തുടക്കമാണ്. അതിനെക്കുറിച്ച് അതിനു വേണ്ടി നിങ്ങളോട് ഇപ്പോഴേ പ്രിപ്പയർഡ് ആവാൻ പറയുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയക്കാനോ സംശയിക്കാനോ അല്ല ചെയ്യേണ്ടത്, പകരം നിങ്ങൾ അതിൽ സന്തോഷിക്കണം എന്നാണ് പറയണത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. നിങ്ങളെങ്ങനെയാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ കെയർ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ ആ ഒരു സ്നേഹവും കരുതലും കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ആ ഒരു സെൽഫ് ലവ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അത് മസ്റ്റാണ് എന്നുള്ളതാണ് എടുത്ത് നിങ്ങളോട് പറയുന്ന ഗൈഡൻസ്. പിന്നെ ലൈഫിൽ ഒരു റുട്ടീൻ വേണം, ഗ്രൗണ്ടഡ് ആയിരിക്കുക, മെച്ചുവറായിട്ട് ഈ ഒരു കണക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നുണ്ട്. ഇമ്മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഓവർ എക്സൈറ്റഡ് ആവരുത്, ഓവർവെൽഡ് ആവരുത്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. നമുക്ക് പിന്നാലെ കിട്ടിയതാണ് കിങ്ങും ക്യൂനും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച റിലേഷൻ. അപ്പോൾ ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു റീഅഷുറൻസ് തരാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ വരുന്ന വ്യക്തിയല്ല. ഇത് നിങ്ങളുടെ ജീവിത പങ്കാളി തന്നെയാണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്, നിങ്ങൾ ആഗ്രഹിച്ച പാർട്ട്ണറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക, നിങ്ങൾ എക്സൈറ്റഡ് ആവുക, നിങ്ങളെ സന്തോഷിക്കുക. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്ത നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ എക്സൈറ്റഡ് ആകണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് സെൽഫ് കെയർ ജേണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക. തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതൊരു വെയിറ്റിംഗ് നടക്കില്ല. അപ്പോൾ ഈ കണക്ഷൻ എങ്ങനെ ഇതൊരു യൂണിയനിലേക്ക് എത്തിക്കണം എന്ന് യൂണിവേഴ്സിൻ്റെ പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ പ്ലാൻ പോലെ നടക്കട്ടെ. നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകാനാണ് പറയുന്നത്. എന്താവും ഏതാവും എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും ഉള്ള ഒരാളാണ്. ഓക്കെ, എന്നേക്കുമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർ എന്നും നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല എന്നും കൂടെ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണറാണ്. ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ ഇരിക്കാനാണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞു പോയ എന്തെങ്കിലും ഇതുപോലെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കരുത്. അതിനൊക്കെ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാം. ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ പ്രോസസ്സിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ശ്രമിക്കേണ്ടത്. അതാണ് നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട്. അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്കാണ് മാറേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് മാറുമ്പോഴാണ് എന്തുണ്ടാവണേ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു വളരെ നന്നായിട്ട് ആ ഒരു ജേർണി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒട്ടും സ്ട്രെസ് ഇല്ലാതെ, ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ വളരെ ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ഡിവൈൻ യൂണിയനിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം, അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഗൈഡൻസസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ സെൽഫ് ലവ് സെൽഫ് കെയർ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ആദ്യമോ അല്ലെങ്കിൽ ഭയമോ അല്ല വേണ്ടത്, പകരം ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനർജി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബെസ്റ്റ് കേസ് സിനാറിയോസ് മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ ഗോ വിത്ത് ദ ഫ്ലോ. ഈ കണക്ഷൻ എങ്ങനെ ഒരു യൂണിയനിലേക്ക് എത്തണം എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഈ വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ അതിന് വേണ്ടി ഒരുപാട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യസമയത്ത് വീണ്ടും ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ആ ലൈഫ് പ്രസൻറ്റ് മൊമെൻറ്റ് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകാനാണ് പറയുന്നത്. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാപ്സ്യൂൾ ക്ലോസ് ആണ്. ഓക്കെ,
ഗ്രൂപ്പ് 2-ന് അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായി കണക്ട് ചെയ്ത എന്തൊക്കെ ക്ലൂസാണ് നൽകാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇനി ഈ ഫ്യൂച്ചർ സ്പൗസിനെ ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന സമയം, അതുപോലെ അവരുടെ ഈ ഒരു ഡിവൈൻ യൂണിയൻ ജേർണിയിൽ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന മാസങ്ങൾ അല്ലെങ്കിൽ സീസൺ ഏതൊക്കെയാണ് എന്നും കൂടെ ഒന്ന് പറയാമോ? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്, നവംബർ, ഡിസംബർ. ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജന്മമാസം ആയിരിക്കാം. പിന്നെ അതുപോലെ 2 ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്, 15, 29. ഇതിലേതെങ്കിലും അവരുടെ ജനന തീയതി ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മാസങ്ങളും ചിലപ്പോൾ ഈ എന്താ പറയുക നെക്സ്റ്റ് ഇയറിലേക്കാണ് ഇത് കാണുന്നത്. എന്താ പറയുക, ഈ ഒരു യൂണിയൻ നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ ജേർണിയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാസങ്ങളാണ് നവംബർ, ഡിസംബർ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സോഡിയാക് സൈൻ ലിയോ, കാപ്രിക്കോൺ, ടോറസ്, പിന്നെ ജെമിനായി. ഓക്കെ, പിന്നെ നമുക്ക് 2 സീസൺ കിട്ടിയിട്ടുണ്ട്, ഓട്ടം, ഫോൾ സീസൺ, സ്പ്രിംഗ് സീസൺ. അപ്പോൾ സ്പ്രിംഗ് സീസൺ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിൻ്ററിലാണ്. ഇനി സ്പ്രിംഗ് സീസൺ അതുപോലെ തന്നെ ഈ ഒരു ഡിവൈൻ യൂണിയൻ ജേർണിയിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പിന്നെ നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടം ഫോൾ ഇനി നെക്സ്റ്റ് ഇയറിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, എൻഡിലൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും ഇത് പറഞ്ഞ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാകും. PIQ ഇതിൽ ഈ വ്യക്തിയുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യലൊക്കെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലൂസ് കാണുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ മാത്രമാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ റീഡിംഗ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് ഇനിയും നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നില്ലെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. ഈ ഒരു റീഡിംഗ് ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നിങ്ങൾ ഈ 2024, അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡിസംബർ 17, 2024 ഈ സമയത്തിനുള്ളിൽ 2024 തുടങ്ങി ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ 2024 തുടങ്ങി ഈ സമയത്തിനുള്ളിൽ ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ടവർ കാർഡാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങി ഈ ഡിസംബർ 17, 2024 തുടങ്ങി എത്ര നാൾക്കുള്ളിലാണ് ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ്, എത്ര നാൾ കഴിഞ്ഞ് ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടാൻ പോകുന്നു? ഡിസംബർ 17, 2024 അതായത് ഇന്ന് തുടങ്ങി എത്ര നാൾ കഴിഞ്ഞു? ഇന്ന് തുടങ്ങി 8 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഓക്കെ, 8 മാസം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസംബറിലാണ് അല്ലേ? ഡിസംബർ ടു ജനുവരി, ജനുവരി ടു ഫെബ്രുവരി, ഫെബ്രുവരി ടു മാർച്ച്, മാർച്ച് ടു ഏപ്രിൽ, ഏപ്രിൽ ടു മെയ്, മെയ് ടു ജൂൺ, ജൂൺ ടു ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞിട്ട്, ഓഗസ്റ്റ് ഒരു 17th കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്
ഓഗസ്റ്റ് 2025 17-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഏത് ഒക്കേഷനിലായിരിക്കും ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുക? നമ്മൾ കൺഫർമേഷൻ കാർഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ കാർഡുകളെയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഏത് ഒക്കേഷനിൽ വെച്ചിട്ടാണ്, ഏത് സന്ദർഭത്തിൽ വെച്ചിട്ടാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്? ഫങ്ഷൻ, ഫാമിലി ഫങ്ഷൻ ആകാം. ഓക്കെ, ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം, കല്യാണ നിശ്ചയം, റിസപ്ഷൻ, പിന്നെ പാർട്ടീസ്. ഓക്കെ, ഗെറ്റ് ടുഗെദർ പാർട്ടീസ്. അത് ഫ്രണ്ട്സുമായിട്ടുള്ളതല്ല, അല്ലാതെയുള്ള എന്താ പറയണ്ടേ, ഇപ്പോൾ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല ഗെറ്റ് ടുഗെദർ കാര്യങ്ങൾ, പിന്നെ ഹൗസ് വാമിങ്, പേരിടൽ, പിന്നെ എന്താ പിന്നെ പറയേണ്ടത്, ഹൗസ് വാമിങ്, പേരിടൽ, പിന്നെ ബർത്ത്ഡേ പാർട്ടി. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസ്, അങ്ങനത്തെ ഇവൻറ്റ്സ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ടൈപ്പിൽ വരുന്ന ഇവൻറ്റ്സ്, അതിലെ എവിടെയെങ്കിലും വെച്ചിട്ടാണ് നിങ്ങൾ എന്തായാലും ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും എന്ന് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും? ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. ക്ലാരിഫൈ ദ 5 of Wands. ഓക്കെ, കുറച്ച് ഒരു സീരിയസ് എനർജിയാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. അതായത് ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അതായത് അവർക്ക് അവരുടേതായ കുറച്ച് വാല്യൂസ്, കുറച്ച് മോറൽസ് ഒക്കെ ഉണ്ട്, അതിനെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതിലാണ് അവർ ഫോളോ ചെയ്യുന്നതാണ്. അതിന് എന്താ പറയുക, ഒരു തരത്തിൽ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹൈലി ഇൻറ്റ്യൂറ്റീവാണ്, ഹൈലി സ്പിരിച്വലാണ്. അതുപോലെ തന്നെ അവർ ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റ്സിലേക്കൊന്നും പോകുന്ന അങ്ങനത്തെ ഒരാളല്ല. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അവർക്ക് ചില വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും അത് അങ്ങനെയല്ല, ഇത് വേറെ തരത്തിലാണെന്ന് പറഞ്ഞാൽ അവരോട് വാദിക്കാൻ ചെന്നു എന്ന് വിചാരിക്കുക, ആർഗ്യൂ ചെയ്യാൻ ചെന്നു എന്ന് വിചാരിക്കുക. അവരത് ഒട്ടും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കില്ല. അവരതിനെ വളരെ എന്താ പറയുക പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി അവരവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് തന്നെ മാറുക ചെയ്യുക. കാരണം അവർക്ക് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, കോൺഫ്ലിക്ട്സ് അവർക്ക് താല്പര്യമില്ല. അവർക്ക് അവരുടെ സ്വസ്ഥത, ഓക്കെ, ആ ഒരു പീസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ എപ്പോഴും ഫ്യൂച്ചറിലേക്കും പ്രസൻറ്റ് മൊമെൻറ്റിലും ഫ്യൂച്ചർ മൊമെൻറ്റിലും ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇംപ്രഷനാണ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഇവർക്കൊരു ഒരു ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഇംപ്രഷൻ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവും ഇവരിങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് പറയാം ഇവരിങ്ങനെ ആയിരുന്നില്ല, ആദ്യം ഭയങ്കര ഫ്രണ്ട്ലിയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു മാറ്റം അങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു മനസ്സിലാക്കലുണ്ടാവണം, നിങ്ങൾ മനസ്സിലാക്കാതെ ഓക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ വളരെ ഡിസ്റ്റൻ്റായി വളരെ സീരിയസ് ആയിട്ട് എന്താ പറയുക സ്ട്രോങ് ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് ഒരു എന്താ പറയുക വളരെ ഇൻഡിപെൻഡൻ്റ് ആയി ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അവർ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവരതുപോലെ തന്നെ വളരെ പ്രൊട്ടക്റ്റീവാണ്. അവരെക്കുറിച്ച് അവരുടെ പ്രൈവസി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെയധികം ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ഹെൽത്തി ബൗണ്ടറീസ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അതുമാത്രമല്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്തൊന്നും പറയുന്ന പരിപാടി അവർക്കില്ല. അവർ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുക. അത് എല്ലാവർക്കും പെട്ടെന്ന് ദഹിക്കില്ല. ഓക്കെ, പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഒട്ടുമില്ലാത്ത ഒരു വ്യക്തിയാണ്, അങ്ങനെ കാണുന്നു. പിന്നെ വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. ഹൈലി അതായത് സ്പിരിച്വലി വളരെ ഇൻക്ലൈൻഡ് ആണ്, സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു രീതി കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളും വളരെ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അത് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവർ വളരെ അട്രാക്റ്റീവ് ആണെന്ന് കാണുന്നു. നിങ്ങൾക്ക് അവരുടെ എനർജി വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ വളരെ ലക്ഷൂറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് അവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവർ വളരെ ഫൈനാൻഷ്യലി വളരെ വെൽത്തിയാണ്. അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ലക്ഷൂറിയസ് ലൈഫാണ് അവർ ലീഡ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരെ ഒരു കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരെ തന്നെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി, ഓക്കെ, അതിൽ തന്നെ അവരുടെ ആ ഒരു സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇനി നിലയിലെത്തിയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രോവേർട്ട് എനർജിയാണ് കിട്ടുന്നത്. അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ അധികം ആരോട് അങ്ങനെ മിങ്കിൾ ചെയ്യാത്ത, പക്ഷെ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, റിലയബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് അവരുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ രീതിയാണ് നിങ്ങൾ കൂടുതൽ ഇൻസ്പയർഡ് ആവുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലൈഫ് അല്ലെങ്കിൽ സ്റ്റോറി അവർക്കുണ്ട്. പിന്നെ അവർ എന്താ പറയുക, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റിലെ നിങ്ങൾക്ക് സ്പാർക്ക് ചെയ്യുന്നതാണ് അവരെ കാണുമ്പോൾ കേട്ടോ. ആ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങളൊരു പക്ഷേ റെക്കഗ്നൈസ് ചെയ്യാനും വഴിയുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണെന്നുള്ളത്. വളരെ അട്രാക്റ്റീവാണ്, വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, ഹൈലി സക്സസ്ഫുൾ ആണ്. ഓക്കെ, ഈ ഒരു എനർജിയാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്നത്. ഇനി അവർക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിന് ഗ്രൂപ്പ് 3യെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? വളരെ റെസിലൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു, സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇന്നർ സ്ട്രെങ്ത്ത് അവർ നിങ്ങളിൽ കാണും ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പം നിങ്ങൾ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു വന്നിട്ടൊരാളാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീൽ ചെയ്യാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമുള്ളൊരു വ്യക്തി. വളരെ ഒരു ഇന്നർ സ്ട്രെങ്ത്, ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല ഇന്നർ സ്ട്രെങ്ത്തും കൂടെ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർ നിങ്ങളെ മുന്നേ അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓക്കെ, എനിക്ക് തോന്നുന്ന പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നു, നിങ്ങളെ ഒരുപാട് നാളായിട്ട് അറിയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമറന്ന മുഖം, അല്ലെങ്കിൽ കണ്ടുമറന്ന ഒരു വളരെ ഒരു പരിചയം അവർക്ക് ഫീൽ ചെയ്യും. വളരെ ഒരു ഫെമിലിയർ എനർജിയാണ് നിങ്ങളിൽ നിന്ന് കിട്ടുക. പിന്നെ നിങ്ങളുടെ ആ ഒരു രീതി, ഓക്കെ, നിങ്ങളൊരിക്കലും എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടേതല്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നിങ്ങൾ തലയിൽ ഏറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് നിങ്ങളുടേതല്ലാത്തത്, എന്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിലാണ് നിങ്ങളുടെ എനർജി ഫോക്കസ് ചെയ്യേണ്ടാത്തത്, ഇതൊക്കെ ക്ലാരിറ്റി ഉള്ള ഒരാളാണ് എന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. എഗെയിൻ അവരും നിങ്ങളൊരു ഹെർമിറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, സ്വന്തമായിട്ടും ആ ഒരു എന്താ പറയണ്ടേ, സെൽഫ് ഇന്നർ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് പോകുന്ന ഒരാൾ. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ഐഡിയ കിട്ടുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരു തോട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എനിക്കിതുപോലെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലെങ്കിൽ ഇതുപോലെ പാർട്ട്ണർ എനിക്ക് ലൈഫിൽ ഉണ്ടായെങ്കിൽ നന്നായിരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നൽ അവരുടെ ഉള്ളിലൂടെയും പോകുന്നുണ്ട്. കാരണം ഏസ് ഓഫ് കപ്സ് ആണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്ററാണ് എന്നുള്ള ഒരു എനർജി അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടാവും, അവരുടെ ലൈഫിനെ കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കിട്ടുന്ന ബിറ്റ്സ് ആൻഡ് പീസസിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ സ്ട്രഗിളിങ് പീരീഡിൽ നിന്ന് നിങ്ങൾ റിക്കവറായി പോന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾ ആ മാറ്റം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തന്നെ എടുത്തതാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരാളാണ് എന്ന്. ഒരുപാട് അട്രാക്ഷൻ, പാഷൻ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങളോട് ഉണ്ടാവും. ഓക്കെ,
നിങ്ങളെങ്ങനെയാണോ നിങ്ങളിലേക്ക് അവർക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ, ഒരു പൊസസീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങളെക്കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. ഒരു വല്ലാത്തൊരു പൊസസീവ്നെസ് അവർക്ക് ഫീൽ ചെയ്യും. അത് അവർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ നിങ്ങളോട് ഉണ്ടായിരിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള അട്രാക്ഷൻ. ഓക്കെ, പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. ഇനി നൈറ്റ് ഓഫ് കോയിൻസ് ആണ്. അതായത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ നിങ്ങൾ അവരെ കാണുമ്പോൾ, ഈ ഫ്യൂച്ചർ സ്പൗസിനെ കാണുമ്പോൾ നിങ്ങളുടെ പൊസിഷനിൽ കാര്യമായിട്ടൊരു വ്യത്യാസം ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണെങ്കിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്താ പറയുക, ആ ഒരു പേഷ്യൻസോടെ, ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ചെയ്ത് നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആയിരിക്കുന്നത് അവിടെ എത്തിയത് എന്ന ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഇംപ്രഷൻ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവും. ഓക്കെ, ഞാൻ കേൾക്കുന്നത് കണ്ണാടിയിൽ കാണുന്ന പോലെ എന്നാണ്. അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന പോലെ നിങ്ങളെക്കുറിച്ച് അത്രയും ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ മുന്നേ അവർക്ക് ഇതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയിട്ടുള്ള ആളുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ എന്നാണ് കാണുന്നത്. ആ ഒരു ഡിഫറൻസ് അവരൊരുപാട് ഇൻട്രൂഗ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു ക്യൂരിയോസിറ്റി നിങ്ങളെക്കുറിച്ച് ഉണ്ടാവുന്നുണ്ട്. ഓൾറെഡി ആ ഒരു എന്താ പറയുക, പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ള ഒരു എനർജി അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ലവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അട്രാക്ഷൻ, ഒരു അടുപ്പം, ഒരു എന്താ പറയണ്ടേ, പ്രൊട്ടക്റ്റീവ് എനർജി, പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പൊസസീവ് എനർജിയൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അവർ ചിലപ്പോൾ കുറച്ചൊന്ന് ഡിസ്റ്റർബ്ഡ് ആകാം എന്ന് ഞാൻ കാണുന്നു. വളരെ ഒരു ഗ്രൗണ്ടഡ് ആയ, വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതായത് നിങ്ങൾക്ക് രണ്ട് സൈഡാണുള്ളത്. ഒരു സൈഡിൽ നിന്ന് വളരെ മെച്യൂറാണ്, വളരെ കുറച്ച് സീരിയസ് ആണ്, വളരെ എന്താ പറയണ്ടേ, ആ ഇരുത്തം വന്നിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. ഇപ്പം നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ഒക്കെയാണ്, എന്നാലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ വളരെ മെച്യൂറായിട്ടാണ്. നിങ്ങളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണുന്നുണ്ട്. അതേസമയം നിങ്ങളിൽ ആ ഒരു ചൈൽഡിഷ് എനർജി, ആ ഒരു കുട്ടിത്വം അവർ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു എന്താ പറയുക, ഈ രണ്ട് എനർജിയുടെ ഒരു ബ്യൂട്ടിഫുൾ മിക്സാണ് അവർ നിങ്ങളിൽ കാണുന്നത്. അതവർക്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ഒരു ഫാക്ടർ അതാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ മിക്സ്ചർ, അതൊരു ഓക്വേർഡായിട്ട് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങളുടെ മെച്യൂരിറ്റിയുടെ ഒപ്പം തന്നെ അതിനോട് സിങ്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആ ഒരു ചൈൽഡിഷ് എനർജിയും കൂടെ പോകുന്നത്. അപ്പോൾ അത് അവർക്ക് ഒരുപാട് നിങ്ങളെ എന്താ പറയുക, നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊരു ഫാക്ടറായി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രകൃതിയോടൊക്കെ മൃഗങ്ങളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർ ഓൾറെഡി ഈ ഫസ്റ്റ് മീറ്റിൽ തന്നെ ആ ഒരു ഫാമിലി, ഈ കുട്ടി അല്ലെങ്കിൽ ഇവരെൻ്റെ പാർട്ട്ണർ ആയാൽ എന്നുള്ള ആ ഒരു ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് ആ സ്ട്രോങ് സൈൻ കിട്ടുന്നുണ്ട് നിങ്ങൾ അവരുടെ ഫ്യൂച്ചർ സ്പൗസ് ആണെന്നുള്ളത്. Clarify the Nine of Swords. അപ്പോൾ എന്താ പറയണ്ടേ, എന്തൊക്കെ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചാലഞ്ച് ഫേസ് ചെയ്താലും കുറച്ച് ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ടെൻസ്ഡ് ആവുന്നൊരു എനർജി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങൾ എത്തേണ്ടടുത്ത് ആ സക്സസ്ഫുള്ളായി അത് നേടിയെടുക്കും. ആ ഒരു കഴിവുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആകുന്ന ആ ഒരു ടെൻഡൻസി, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന, പെട്ടെന്ന് ഒരു ഫിയർ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സിറ്റുവേഷനിൽ അത് കൃത്യമായി ചെയ്ത് അതിൽ നിന്ന് സക്സസ്ഫുള്ളി ഓവർകം ചെയ്യും എന്നാണ് കാണുന്നത്. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കോയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ എഗെയിൻ നമുക്ക് ക്യൂൺ ഓഫ് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എന്താ പറയണ്ടേ, ബ്യൂട്ടിഫുൾ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഗ്രൂപ്പ് 3ക്കുള്ള കളക്റ്റീവിനുള്ള ഗൈഡൻസ്. ഓക്കെ, എല്ലാ ഗ്രൂപ്പിലും ഒരുപോലെ പറഞ്ഞതാണ് സെൽഫ് ലവ്. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് ഇപ്പോഴേ തുടങ്ങണം. ഓക്കെ, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ സ്നേഹവും കരുതലും നിങ്ങൾക്ക് തന്നെ നൽകണം. അപ്പോൾ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കണം. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് അമിതമായി ചിന്തിക്കാൻ നിൽക്കരുത്, ഓവർ തിങ്ക് ചെയ്യരുത്. അതുപോലെ തന്നെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഒന്നും
എസ്പെഷ്യലി വിഷ്വലൈസ് ചെയ്യരുത്. പിന്നെ നൈറ്റ് ഓഫ് സോഴ്സ്, ധൃതി പാടില്ല. ഇത് പെട്ടെന്ന് നടക്കണം, വേഗം വരണം, 8 മാസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ധൃതി പാടില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇതൊരു ലോങ് ടേം സീരിയസ് കണക്ഷനാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. അതിനുള്ള സമയമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഇതൊരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രം നടക്കേണ്ടതായ കാര്യമാണ്. അത് ഡിവൈൻ ടൈമിങ്ങിലാണ് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കണം. പിന്നെ ഇത് എന്താ പറയുക, ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ വ്യക്തി. നിങ്ങൾക്ക് ആ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ സറണ്ടർ ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എനർജറ്റിക്കൽ ഷിഫ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യാൻ പറയുന്നു. അതുപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമ കാണിക്കണം. കഴിഞ്ഞു പോയ കാലങ്ങളെയൊക്കെ, കഴിഞ്ഞു പോയിട്ടുള്ള മനസ്സിനെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനെയൊക്കെ മറന്നു കളയാം. ഓക്കെ, അതിലൊന്നും ഇനിയും ചിന്തിച്ച് അല്ലെങ്കിൽ അതിലൊന്നും ഇനി ഹോൾഡ് ഓൺ ചെയ്യരുത്. അത് കഴിഞ്ഞു പോയ കാലമാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കരുതെന്ന് പറയുന്നു. പിന്നെ ലൈഫിനെ കൂടുതൽ റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ആ റൊമാൻറ്റിക് എനർജി നിങ്ങൾ ഇപ്പോഴേ എംബ്രേസ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പ്രസൻറ്റിലും ഫ്യൂച്ചറിലും നിങ്ങളുടെ കണക്ഷനെ സംബന്ധിച്ച് കഴിഞ്ഞു പോയതൊന്നും നിങ്ങൾ ആലോചിക്കുക. ഇത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ഫ്യൂച്ചർ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക, അത് മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷൻ ആണ്. എപ്പോഴും ഒരു വളരെ പോസിറ്റീവായ ഒരു കണ്ണിലൂടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റിലേഷൻഷിപ്പിനെ കാണുക എന്നാണ് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഈ റിലേഷൻഷിപ്പിനെ വിഷ്വലൈസ് ചെയ്യുന്നു അത്രയും അത് കറക്റ്റായിട്ട് ആ ഒരു 3D റിയാലിറ്റിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അഡീഷണലായി ചെയ്യേണ്ടതാണ് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലവ്ഡ് വൺസ്, അവരുടെയൊക്കെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ അതൊക്കെ കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അതൊന്നും മാറ്റി വെക്കരുത്. കാരണം നിങ്ങൾ അത്രയും കൂടുതൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു എനർജിയിലായിരിക്കും തോറും എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, മാത്രമല്ല നിങ്ങളിൽ തന്നെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം കൂടാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനും നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന, നിങ്ങളെത്രയും എന്താ പറയണ്ടേ, കെയർ ചെയ്യുന്ന ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൂടുതലാകുകയും ആ ഫ്രീക്വൻസി റേസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ തന്നെ അപ്പോൾ നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റീസൊക്കെ പോയി നിങ്ങൾക്കുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവാനും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയണു. പിന്നെ ലൈഫിൽ ഒരു റുട്ടീൻ വേണം എന്ന് പറയുകയാണ്. ഹെൽത്തി ബൗണ്ടറീസ് വേണം. എസ്പെഷ്യലി ഈ ഒരു കണക്ഷൻ വരുമ്പോൾ അതെല്ലാവരോടും പറയണമെന്നൊന്നുമില്ല. ഓക്കെ, എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയണത്. ഓക്കെ, ഈ ഒരു കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി പാസ്റ്റിനെ മൊത്തത്തിൽ റിലീസ് ചെയ്ത് ഈ ഒരു കണക്ഷൻ, ഇതൊരു പുതിയ എനർജിയാണ്, ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ, ഒരുപാട് ആൻഷ്യസ് ആവാതെ അതിനെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. ഇനി എന്തെങ്കിലും വരാനുണ്ടോ? നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഈ കണക്ഷനെ വേണ്ടുന്ന ക്ലാരിറ്റി, അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വരുമ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അതിനൊക്കെയുള്ള ക്ലാരിറ്റി, അതിനൊക്കെയുള്ള ഉത്തരം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്. ആ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കൃത്യമായി കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കണം. മനസ്സ് ശാന്തമായിട്ടിരിക്കണമെങ്കിൽ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ഫ്യൂച്ചറിനെ കുറിച്ച് അധികം കൺസേൺഡ് ആവാനും പാടില്ല. പ്രസൻറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആകുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇനി എന്തെങ്കിലും ഫൈനൽ ഗൈഡൻസസ് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻ സംബന്ധിച്ച് ഇപ്പോൾ
എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെയും പെട്ടെന്ന് തന്നെ അതിന് ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അതിലാകെ നിരാശപ്പെടാനോ സ്ട്രെസ് ആവാനോ പാടില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഡെല്യൂഷൻ സ്റ്റേജിൽ ജീവിക്കാതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. ഡെല്യൂഷൻ ആവരുതെന്ന് പറയുന്നു ഈ കണക്ഷനെ കുറിച്ച്. ഓക്കെ, റിയാലിറ്റിയിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഈ കിട്ടുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എല്ലാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്ലൂസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് 3 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ, നവംബർ, ജൂൺ. ഓക്കെ, അപ്പോൾ ഇനി ജൂൺ 2025, സെപ്റ്റംബർ 2025, നവംബർ 2025 ഈ ഒരു കണക്ഷനുമായിട്ട് ഒരു ബന്ധമുള്ളതാണ്. അതായത് ഈ ഒരു ജേർണിയിൽ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റുകൾ സംഭവിക്കാനുള്ളതാണ്, പ്രത്യേകിച്ച് നവംബർ, സെപ്റ്റംബർ. ഓക്കെ, നമുക്ക് കിട്ടിയത് 8 മാസത്തിന് ശേഷം എന്നാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ. ഇതിലൊന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജന്മമാസമായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു സോഡിയാക് സൈൻ അക്വേറിയസ് ആണ്. അപ്പോൾ അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഈ അക്വേറിയസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്പ്രിംഗ് സീസൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് സീസൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ സ്പ്രിംഗ് സീസണിൽ ചിലപ്പോൾ നിങ്ങളിൽ കാര്യമായ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ജേർണിയിൽ കാര്യമായ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന മാസമാണ് സ്പ്രിംഗ് സീസൺ എന്നുള്ളത്. പിന്നെ നമുക്ക് 2 സൺഡേ കാർഡ് ഉണ്ട്, 2 എണ്ണവും കിട്ടിയിട്ടുണ്ട്. വിച്ച് മീൻസ് സൺഡേ ഇസ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ സൺഡേ ഞായറാഴ്ച ആയിരിക്കാം അവർ ജനിച്ച ദിവസം. ഓക്കെ, അപ്പോൾ ആ സൺഡേക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറേ ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 13, 17, 10, 5, 4, 1, 2. ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന തീയതി ആകാം. പിന്നെ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് ഇനീഷ്യൽസ് ആണ്. അപ്പോൾ എഫ്, എക്സ്, I, O, U, V, K, Q, S, Z or Z, T. ഓക്കെ, ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇത് 3 ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മറക്കാതെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ എന്നിൽ നിന്ന് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ബുക്ക് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഒന്നില്ലെങ്കിൽ ഇമെയിലിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് താഴെയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് റീഡിംഗ് വേണമെങ്കിൽ, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ അതിനൊരു ബുക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ അത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എമർജൻസി ആയിട്ട് വേണമെങ്കിൽ 24 hours കിട്ടുന്ന റീഡിങ്സാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കറൻ്റ്ലി ഇപ്പം ഞാനത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് റീഓപ്പൺ ആകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കിയാൽ മതി, അവിടെ ഞാനത് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് 24 hours തന്നെ കിട്ടണം, 7 ദിവസം വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ, 7 ദിവസത്തിൻ്റെ റീഡിംഗ് എടുത്തിട്ട് പെട്ടെന്ന് തരൂ എന്നോട് പറയരുത്. അത് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെക്കാൾ മുന്നേ ബുക്ക് ചെയ്തവരുണ്ടാവും ഇല്ലേ, അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ദിവസം ഞാൻ മാക്സിമം 5 റീഡിങ്സാണ് ചെയ്യാം, അതിനപ്പുറം ഞാൻ ചെയ്യാറില്ല. അത് ഒന്നാമത് അതും പ്ലസ് പിന്നെ കളക്റ്റീവ് റീഡിങ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വളരെ ടയേർഡാവും. അപ്പോൾ പിന്നെ ഞാനതുകൊണ്ട് തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മാക്സിമം 5 റീഡിങ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും നിങ്ങൾ ഇത് കേട്ടിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരെയാണ്. താങ്ക് യു.